ഹായ്, ഫേസ്ലെസ് ആണ്. ഇത്രയ്ക്ക് വന്നിരുന്ന അച്ഛൻ 11:30 സമാധിയുടെ ആ ലക്ഷണങ്ങൾ രാവിലെ ഇന്നലെ ബോച്ചയുടെ ജയിൽ ജീവിതത്തെക്കുറിച്ചും ജയിൽവാസത്തെക്കുറിച്ചും വാർത്തകൾ അരങ്ങേറുമ്പോ ഇതിന്റെ കൂടെ ഇപ്പോ ഒരു സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബാലരാമപുരം ആറാലമൂട് ഗോപൻ സ്വാമി ഈ കാണുന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത. സമാധിയായ ഉടനെ തന്നെ മകൻ സ്ലാബ് ഇട്ട് മൂടി അച്ഛനെ. നാട്ടുകാരും അറിഞ്ഞില്ല. നോട്ടീസ് ഇട്ടപ്പോഴാണ് നാട്ടുകാരറിയുന്നത്. ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്ന് പറയുന്നു. ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. ഇന്നലെ മരണപ്പെട്ടു ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം തൊട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അതേ രീതിയിലാണ് ഞങ്ങളടുത്തും പറയുന്നത്. മതിലിൽ ഒട്ടിച്ചിരുന്ന നോട്ടീസ് വായിച്ച് നാട്ടുകാരെത്തിയപ്പോൾ അച്ഛൻ സ്ലാബിനകത്തായി കഴിഞ്ഞിരുന്നു. മരണപ്പെട്ടു എന്ന് പറയുന്നു. ഒരു ഡോക്ടർ വന്ന് തെളിയിച്ചിട്ട് പോലുമില്ല മരണം. അച്ഛന്റെ മരണവിവരം പുറത്തറിയിക്കാതിരുന്നത് എന്താണെന്ന് മകനോട് ചോദിച്ചപ്പോ മകൻ പറഞ്ഞത്, അച്ഛന് ഈ BP ഷുഗറിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അത് ഗുളിക മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സമാധിയാവാൻ സമയമായി എന്ന് പറഞ്ഞു. ഭയങ്കരമായ തേജസ് ഉണ്ട്, അത് മറ്റൊരാൾ കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് രഹസ്യമായി സ്ലാബിട്ട് ഞാനങ്ങ് മൂടിയെന്ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ പോലീസ് റിപ്പോർട്ടോ ഒന്നുമില്ലാതെ അച്ഛൻ മരിച്ച വിവരം സ്വന്തമായിട്ട് തീരുമാനിച്ച് നാഡി പരിശോധിച്ച് ശ്വാസം നിന്നു അച്ഛൻ നേരത്തെ കരുതി വെച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ലാബിട്ട് അച്ഛനെ അങ്ങ് മൂടി. അച്ഛന്റെ ജീവൻ പോയെന്ന് എങ്ങനെ മനസ്സിലാക്കി? പ്രാണൻ എന്ന് പറയുന്ന ഒരു സംഭവം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എങ്ങനെ? അതായത് കൃത്യമായിട്ടും നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഭയങ്കര ചൈതന്യം വരുന്നു ആ സമയത്ത് പോയി ഇവിടെ ശ്വാസം. കഥ നാട്ടുകാര് പറയുന്നത് ഈ പറയുന്ന ഗോപൻ ചുമട്ടുതൊഴിലാളിയാണ്. സ്വന്തമായിട്ട് ഇവർക്കൊരു കുടുംബ അമ്പലമുണ്ട്. അത് ഈ ഗോപൻ കഷ്ടപ്പെട്ട് ചുമട്ടുതൊഴിൽ ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് മകൻ പറയുന്നു. ആ അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിന്റെ കെറിവ് കൊണ്ടാണ് അച്ഛൻ മരിച്ചതാണെന്ന്, അല്ലെങ്കിൽ അച്ഛനെ താൻ സ്ലാബിട്ട് മൂടിയതാണെന്നും നാട്ടുകാർ പറയുന്നെന്നാണ് മകന്റെ ഭാഷ്യം. എന്താണെങ്കിലും അച്ഛൻ ഇപ്പോ സ്ലാബിന്റെ അടിയിലാണ്. അവിടെ പൂജയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തീർന്നപ്പോഴത്തേക്കും ബ്രാഹ്മമുഹൂർത്തം ആയി. തിരിച്ച് കാലത്ത് നടക്കുന്ന സംഭവം ഈ സമാധി ചടങ്ങുകൾ ഒരുപാടുണ്ട്. അതായത് ഭസ്മം, ചന്ദനം, കുങ്കുമം, ഈ എല്ലാം പനിനീരടക്കം എല്ലാ ഐറ്റം പൂജാദ്രവ്യങ്ങളെല്ലാം ഇട്ട് കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിബന്ധനം ചെയ്ത് അച്ഛന്റെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്തത്. ശ്വാസം ഇല്ലെന്ന് കണ്ട് മകൻ അപ്പൊ തന്നെ അച്ഛൻ നേരത്തെ വാങ്ങിയിരുന്ന, അതായത് സമാധിയാകുമെന്ന് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നതുകൊണ്ട് വാങ്ങി വെച്ചിരുന്ന സ്ലാബ് ഇട്ട് അച്ഛനെ അങ്ങ് മൂടി. 4 സൈഡും സിമന്റ് തെച്ച് ഒട്ടിച്ചു. അച്ഛന് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല. നാട്ടുകാരും പോലീസും ഇപ്പൊ അന്വേഷണത്തിലാണ് ജീവനോടെ തന്നെയാണോ കുഴിച്ചു മൂടിയെന്നുള്ളത്. മൂത്ത മകൻ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മീഡിയയോട് മുഖം കാണിച്ചില്ല. എന്നാൽ ഇളയ മകൻ വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അച്ഛന്റെ മരണത്തെക്കുറിച്ച്, സമാധിയെക്കുറിച്ച് വിവരിച്ചു. എന്താണെങ്കിലും ഇൻഷുറൻസ് തട്ടിപ്പാകാൻ വഴിയില്ല. അതാണല്ലോ ആദ്യം നമുക്ക് ചിന്തയിൽ വരിക. കാരണം ഇൻഷുറൻസുകാർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. ഇവിടെ അതില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോ ഇതൊരു വലിയ അമ്പലമായി പണിത് കുറച്ചുകൂടെ വിപുലീകരിച്ച് അച്ഛനെ ദൈവമായി കണക്കാക്കി അവിടെ അടുത്ത സ്വാമിയായിട്ട് സ്വയം അവരോധിക്കാനുള്ള മകന്റെ മുന്നീക്കമായിരിക്കുമോ എന്നും അറിയില്ല. ഇനി അതുമല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാനസികമായ വൈകൃതമായിരിക്കാം. ഈ രാജ്യത്തൊരു നിയമമല്ലേ, ഇത് നിയമത്തിനെതിരായ വെല്ലുവിളിയല്ലേ. ഈസിയായി കൊലപാതകം ചെയ്യാനുള്ള ഓരോരോ വഴികളായിട്ടാണ് ഇതിനെ തോന്നുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഒക്കെ പിന്നെ എന്തിനാണ്? ശരിക്കും പറഞ്ഞ മതം മനുഷ്യനെ മന്ദബുദ്ധിയാക്കും എന്ന് ആൾക്കാർ പറയുന്നത് വെറുതെ അല്ല. പൈസയും ആളുകളും ഒക്കെ അമ്പലം തേടി വരാൻ ഈ സമാധി കാരണം മാത്രം മതി. അങ്ങനെ വലിയ മനക്കോട്ട കെട്ടി സമാധി ആക്കിയതാവാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ചത്താലും ചത്തില്ലേലും ഞങ്ങൾ സമയമായപ്പോൾ കുഴിച്ചിട്ടു എന്നാണ് മകന്റെ ഭാഷ്യം. സമാധി സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ മകൻ അമ്മയും ഭാര്യയും വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു. അതിനുശേഷം അവരെ വിട്ടിട്ട് നേരെ സിമന്റ് ഇട്ട് മൂടുകയായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇയാളെ ഒക്കെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? നീ അച്ഛനെ ജീവനോടെ കുഴിച്ചിട്ട കേസിലെ പ്രതിയാണെന്ന് ഒരു കുടുംബം മുഴുവനും മാനസിക വിഭ്രാന്തി കാണിക്കുന്നതാണ് നമ്മള് കണ്ടത്. ആദ്യമായിട്ടാണ് ഒരു മരണവാർത്ത കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്നത്. മാതാപിതാക്കൾ മക്കളുടെ തലച്ചോറിൽ തിരികെ കയറ്റുന്ന വിശ്വാസത്തിന്റെ തിക്തഫലങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയാണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ, സത്യം വെളിച്ചത്ത് വരട്ടെ. ബൈ.